മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 308ാമത്തെ എപ്പിസോഡിൽ ഓറം മെറ്റാലിക്കം എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് വില്ലും ഇൻ്റലക്റ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള അപഗ്രഥനമാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ മാനസിക ലക്ഷണങ്ങൾ, അതിൻ്റെ സിഫിലിറ്റിക് നേച്ചർ, മെർക്കുറിയുമായിട്ടുള്ള ബന്ധം, മനസ്സിൻ്റെ വിവിധ മണ്ഡലങ്ങളും ശരീരത്തിൻ്റെ അവയവങ്ങളുമായിട്ടുള്ള ആ ഒരു പാരസ്പര്യം, കറസ്പോണ്ടൻസ്, ഇതൊക്കെ ഇവിടെ വരുന്നുണ്ട്. മെറ്റീരിയ മെഡിക്ക എന്നതിലുപരി മെഡിക്കൽ ഫിലോസഫിയെക്കുറിച്ചുള്ള വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള, വളരെ ഉജ്ജ്വലമായിട്ടുള്ള നിരവധി ദർശനങ്ങൾ, മാറാരോഗങ്ങളെന്നും മഹാരോഗങ്ങളെന്നൊക്കെ പറയുന്ന രോഗാവസ്ഥകളെ ചികിത്സിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കുന്ന നിരവധി ഉൾക്കാഴ്ചകൾക്ക് എനിക്ക് ഇവിടെ തരുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണത്. ഓറം പ്രൊഡ്യൂസസ് സച്ച് അഫെക്ഷൻസ് ഓഫ് ദ ലിവർ as are associated with cardiac affections, endocarditis, dropsy of the heart and rheumatic affections that have gone to the heart. അപ്പോൾ കരളിലുമായിട്ട് ബന്ധപ്പെട്ട് ഓറം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഹൃദയമായിട്ട് ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങളും ഓറം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഓറത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരു നിത്യചൈതന്യയതിയുടെ ആ ഒരു പഴയ ലേഖനത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഈ ഹൃദയവും കരളും. കെൻഡുമത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലെസർ റൈറ്റിങ്സിലൊരു അധ്യായം. ഞാൻ ഈ പുസ്തകം കഴിഞ്ഞ ശേഷം ആ അധ്യായം ഞാനതൊന്ന് വിവരിക്കാം. ഈ ഹൃദയം, കരള് ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഭാഷയിൽ, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ശരി, സ്നേഹത്തിൻ്റെ ഒരു രൂപകമായിട്ട് പലപ്പോഴും പറയുന്നതാണ് കരള്, ഹൃദയം. ഈ അവയവങ്ങളും വില്ലുമായിട്ടുള്ള ബന്ധം, ഇൻ്റലക്റ്റുമായിട്ടുള്ള ബന്ധം, ഇവയുടെ ലക്ഷണങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം, ഇത് പലരും എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണത്. അത് ഹോമിയോപ്പതിയുടെ വാസ്തവത്തിൽ ഒരു സെക്കുലർ ഫീൽഡിലേക്ക് ഹോമിയോപ്പതിയെ കൊണ്ടുവന്ന് നമുക്ക് ധൈര്യപൂർവ്വം നിർത്താവുന്ന ചില കാര്യങ്ങളാണത്. ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സ് അല്ലാത്ത പലരും ഇത്തരം മേഖലകളെ എടുത്ത് പരിശോധിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഹൃദയത്തിലും കരളെന്ന പോലെ ഹൃദയത്തിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എൻഡോകാർഡിയറ്റിസ്, ഹൃദയത്തിന് ആന്തരിക സ്രവങ്ങൾ ഉണ്ടാകുന്ന, വാൽവുകളുണ്ടാകുന്ന വീക്കം, അല്ലെങ്കിൽ ഹൃദയത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, അതിൻ്റെ വാദസംബന്ധമായ പ്രശ്നങ്ങൾ. വാദത്തിൻ്റെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് സന്ധിവാദങ്ങളുടെ തെറ്റായ ചികിത്സ ഹൃദയത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. ഹൃദയത്തിൻ്റെ റൊമാറ്റിക് അഫെക്ഷൻസ്, ഹൃദയത്തിലേക്ക് ചെന്ന് വീഴുന്നൊരവസ്ഥ. യു വിൽ നോട്ടീസ് ദാറ്റ് wherever the affections are preeminently disturbed in mental disease, that there is either cardiac weakness, endocarditis, enlargement of the heart, or some organic or functional disease of the heart. അപ്പോൾ മാനസിക ലക്ഷണങ്ങൾക്ക് പറയാം, അതിന് പ്രാധാന്യമുള്ള രോഗാവസ്ഥകളിൽ അവിടെ എങ്ങനെയാണ് അഫെക്ഷൻസ്, അയാളുടെ വില്ലുമായിട്ട് ബന്ധപ്പെട്ട അയാളുടെ ഇഷ്ടങ്ങൾ, അയാളുടെ താല്പര്യങ്ങൾ, അത് പരമപ്രധാനമായി അലങ്കോലപ്പെട്ട അവസ്ഥകളിൽ ഒന്നുകിൽ ഹൃദയത്തിൻ്റെ ക്ഷീണാവസ്ഥ, ഈ ഹൃദയത്തിൽ വരുന്ന വീക്കം, ആന്തരികമായ വീക്കം, ഹൃദയം വലുതാകല്, അല്ലെങ്കിൽ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഘടനാപരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കറസ്പോണ്ടൻസ്. യു വിൽ വെരി ഓഫൻ ഫൈൻഡ് എ ഹിസ്റ്ററി ഓഫ് ടേക്കിംഗ് മെർക്കുറി സൂപ്പർഇൻഡ്യൂസ്ഡ് എ റൊമാറ്റിക് സ്റ്റേറ്റ് ദാറ്റ് ഹാസ് ബീൻ റബ്ഡ് അവേ വിത്ത് ലിനിമെന്റ്സ് അണ്ടിൽ ദ ഹാർട്ട് ഈസ് അഫക്റ്റഡ്. ഇത് എൻ്റെ ഒരു പഴയൊരു രീതി പറയുകയാണ്, ഇപ്പോൾ അത് ബാധകമല്ല. മെർക്കുറിയൽ ആപ്ലിക്കേഷൻസ് അങ്ങനെ വന്നിട്ട് ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാകുന്നൊരവസ്ഥ. ആൻഡ് വിത്ത് ദിസ് കംസ് ഹോപ്പ്ലെസ്നെസ്, ഇൻസാനിറ്റി ഓഫ് ദ വിൽ, ഡിസ്റ്റർബൻസ് ഓഫ് ദ അഫെക്ഷൻസ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യാശയില്ലാത്തൊരവസ്ഥ, ഇച്ഛയുടെ മണ്ഡലത്തിൽ സാനിറ്റി, അതിൻ്റെ ഒരു ക്രമം നഷ്ടപ്പെട്ടു എന്നൊരവസ്ഥ, അഫെക്ഷൻസ്, ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ ക്രമരഹിതമാവുന്നൊരവസ്ഥ. ഇതിപ്പോൾ മെർക്കുറിയൽ ഉപയോഗം ഇല്ലെങ്കിലും പഴയ തലമുറയിൽ നിന്ന് വരുന്ന ഒരു സെക്കൻഡറി ഓർ ടേർഷറി എഫക്റ്റുകൾക്കുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. കുറെ കൂടി ആഴത്തിലുള്ള സട്ടിലായിട്ടുള്ള മണ്ഡലത്തിൽ ഈ കെൻഡ് പറഞ്ഞ പഴയ അവസ്ഥ ഇന്നും ഉണ്ടാകാം, മെർക്കുറി ഇന്ന് നേരിട്ട് ഉപയോഗിക്കുന്നതിൽ പോലും. എനിക്ക് ഈ സംശയം വന്നു കഴിഞ്ഞപ്പോൾ
ഈ മെർക്കുറി, ഇപ്പോൾ സിൽവർ വെച്ച് പല്ല് അടക്കുക എന്ന രീതി എൻ്റെയൊക്കെ ബാല്യത്തിൽ ഉണ്ടായിരുന്നു. അത് സിൽവർ അല്ലാതെ മെർക്കുറിയൽ കോമ്പൗണ്ട് ആണെന്ന് ഞാനൊരു ശാസ്ത്രമാസികയിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ഡെൻറ്റിസ്റ്റിനോട് ഞാനൊന്ന് ഇക്കാര്യം സംസാരിച്ചിട്ട് ഇപ്പോൾ എൻ്റെ 2 പല്ലുകൾ അങ്ങനെ അടച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കൊണ്ടത് രണ്ടും എടുപ്പിച്ച് കളഞ്ഞു. അതിൻ്റെ ക്യാവിറ്റി പിന്നീട് വെറുതെ സാധാരണ കാൽസ്യം എന്തോ കോമ്പൗണ്ട് കൊണ്ട് അത് ഫില്ല് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ അന്ന് കുറേ അന്വേഷണങ്ങൾ, ഞാനന്ന് ഡിഗ്രി ഫൈനൽ ഇയർ ആയിട്ടേ ഉള്ളൂ, ഈ പുസ്തകങ്ങൾ വായിച്ച് തുടങ്ങുന്ന സമയത്ത് കുറേ അന്വേഷണങ്ങൾ, ഒരു ജേർണലിസ്റ്റിക്കായിട്ടൊരു അന്വേഷണം തന്നെ ഞാൻ നടത്തി പല രോഗികളെയും പോയി കണ്ട് സംസാരിച്ചപ്പോൾ ഈ ഒരു മെർക്കുറിയൽ നേച്ചർ, നമ്മളിവിടെ പറയുന്ന മെർക്കുറിയൽ നേച്ചർ, ഈ പല്ല് ഈ സിൽവർ എന്ന പേരിൽ മെർക്കുറിയൽ കോമ്പൗണ്ട് കൊണ്ട് അടച്ച ആളുകളിൽ പല പ്രശ്നങ്ങളും കാണാനിടയായി. ഞാൻ നിരവധി പേരെ ഈ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെ പോയി ഒരു സർവേ പോലെ നടത്തിയായിരുന്നു. അന്ന് മെർക്കുറിയുടെ ഒരു ഉപയോഗം ആ ഒരു തരത്തിലായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതായെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത തലമുറയിലേക്കുള്ള ആ ഒരു കുറേ ഡീപ്പായിട്ടുള്ള അഫക്ഷൻസ് ഇപ്പോഴും ഉണ്ടാകാം. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ബാധകമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല. Then it appears to spread in this remedy from the will to the understanding. അപ്പോൾ വില്ലിൽ നിന്നും ഇൻ്റലക്റ്റിലേക്ക്, അണ്ടർസ്റ്റാൻഡിങ്, ബുദ്ധിയുടെ മണ്ഡലമാണ് അണ്ടർസ്റ്റാൻഡിങ്. ബുദ്ധിപരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ വില്ലിൽ നിന്നും അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകുന്നു. നോർമൽ ഡയറക്ഷനാണത്. ആൻഡ് ദി ഇൻ്റലക്ച്വൽ പോർഷൻ ഓഫ് ദ മാൻ ബിക്കംസ് ഇൻവോൾവ്. Think what a state it is for a man who has been in good condition of health, respected in his business circles, to have a desire to commit suicide. എല്ലാവരും അതിലും ബഹുമാനിക്കപ്പെട്ടിരുന്ന വ്യക്തി അയാളുടെ പ്രവർത്തന മേഖലകളിൽ അധ്യാപനമോ ബിസിനസ്സോ എന്തുമാകാം, ആ രംഗത്ത് ബഹുമാനിക്കപ്പെട്ടിരുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സാധാരണ തൊഴിലാളി, നല്ലൊരു മെക്കാനിക്ക്, നല്ലൊരു മരപ്പണിക്കാരൻ, അയാൾക്കും ആത്മഹത്യ ചെയ്യാൻ താല്പര്യം വരുന്നു, ആത്മഹത്യ ചെയ്ത് കളയുന്നു. അത് എന്തൊരു അവസ്ഥയാണത്. ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ ഡിസയർ എങ്ങനെ വരുന്നു? യു വിൽ സീ അതർ കൈൻഡ്സ് ഓഫ് ഇൻസാനിറ്റി ആൻഡ് എ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് എ സ്റ്റേറ്റ് ഓഫ് ഫീബിൾനെസ് ഓഫ് ദ ഇൻ്റലക്ട്. അപ്പോൾ ഈ ഇൻസാനിറ്റിയുടെ, സാനിറ്റി ഇല്ലായ്മയുടെ പല അവാന്തര വിഭാഗങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെല്ലാം ഇൻ്റലക്റ്റിൻ്റെ, ബൗദ്ധിക മണ്ഡലത്തിൻ്റെ ഒരു ക്ഷീണിതാവസ്ഥയാണത്. ഈ കനോട്ട് തിങ്ക് നോർ റീസൺ. അതൊക്കെ ശരിയായി ചിന്തിക്കാനോ യുക്തിപരമായി യുക്തി പ്രയോഗിക്കാനോ പറ്റുന്നില്ല. കാരണം അതിൻ്റെയൊക്കെ അടിസ്ഥാനം ബുദ്ധിയാണല്ലോ. ഇന്റലക്ട് ഇവിടെ ഇൻവോൾവ് ആയി. അഫക്ഷൻസ് ആർ പ്രാക്ടിക്കലി ഇൻടാക്ട്. അയാളുടെ അഫക്ഷൻസ്, അയാളുടെ വില്ലിന്റെ മണ്ഡലം ഇൻടാക്ട് ആണ്, അത് കുഴപ്പമില്ലാതെ പോകുന്നു. ബട്ട് ഹി ഫൈനലി ഗോസ് ഇൻ ടു സ്റ്റേറ്റ് ഓഫ് ഇംബസിലിറ്റി. പക്ഷെ അയാളൊരു ബുദ്ധി മരവിച്ചു പോയ അവസ്ഥയിലേക്ക്, ബുദ്ധിക്ക് മാന്ദ്യം സംഭവിച്ച അവസ്ഥയിലേക്ക് പോകുന്നു. അതായത് ഇൻ്റലക്റ്റിൻ്റെതായിട്ടുള്ള വില്ലിൻ്റെതായിട്ടുള്ള ഹയർ മണ്ഡലത്തിൽ നിന്നും തൊട്ട് താഴെയുള്ള ഇൻ്റലക്റ്റിൻ്റെ മണ്ഡലത്തിലേക്ക് ആ ഒരു അഫക്ഷൻസ്, വൈറ്റൽ ഡിറേഞ്ച്മെൻറ്റിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ മാറിയിരിക്കുന്നു. ഓർ ഹി ബിക്കംസ് വൈൽഡ് ആൻഡ് കമ്മിറ്റ്സ് സൂയിസൈഡ് ഫ്രം ഇമ്പൾസ്. അല്ലെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് അക്രമാസക്തനാകുന്നു. അയാളൊരു പെട്ടെന്നൊരു ഇമ്പൾസീവായിട്ട് പെട്ടെന്നൊരു ഒരു ഒരു വികാര തള്ളിച്ചയിൽ അയാൾ ആത്മഹത്യ ചെയ്ത് കളയുന്നു. ദാറ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് വേർ ദ ഇൻ്റലക്ട് ഹാസ് ബീൻ അഫക്റ്റഡ് ഫസ്റ്റ് ആൻഡ് സ്പ്രെഡ് ടു ദ വിൽ. ഇവിടെ ഇൻ്റലക്റ്റിൽ വന്നിട്ട് വില്ലിലേക്ക് പോകുന്നൊരവസ്ഥയും വരാം. അതായത് ഒന്നെങ്കിൽ ഇൻ്റലക്റ്റിലുണ്ടായി അത് വില്ലിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇൻ്റലക്റ്റിൻ്റെ മണ്ഡലത്തിൽ ആദ്യം ബാധിക്കുന്നു. അയാൾക്കൊരു ബുദ്ധിയുടെ ഒരു മതിഭ്രമം പോലെ സംഭവിക്കുന്നു. അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റാതെ വരുന്നു, ശരിയായി തീരുമാനം എടുക്കാൻ പറ്റാതെ വരുന്നു. കാര്യങ്ങളൊരു റീസണിങ്, യുക്തി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നിട്ട് പോയി ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഈ സഞ്ചാരം നേരെ തിരിച്ചാണ്. ഈ ഭൗതിക മണ്ഡലത്തിൽ നിന്നും ഇച്ഛയുടെ മണ്ഡലത്തിലേക്ക് പോയി, അയാളുടെ അഫക്ഷൻസ് പോയി, അയാൾക്ക് സ്വയം സ്നേഹിക്കാനുള്ള, സ്വന്തം ജീവനെ ഇഷ്ടപ്പെടാനുള്ള അവസ്ഥ പോയി. അപ്പോൾ അവിടെ സഞ്ചാരം തിരിച്ചാണ്, ഇൻ്റലക്റ്റിൽ നിന്നും വില്ലിലേക്ക്. അങ്ങനെ സംഭവിക്കാം. Sometimes this state comes on and no disturbance of the man's intellectual nature has been observed. It is intact. It is sound. അപ്പോൾ ചില സമയത്ത് അയാളുടെ ഇൻ്റലക്ച്വൽ മണ്ഡലത്തിൽ, ബൗദ്ധിക മണ്ഡലത്തിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അത് കുഴപ്പമില്ല, അത് നന്നായിരിക്കുന്നു. ഹി ഹാസ് ബീൻ സൗണ്ട് ഇൻ ഹിസ് ബിസിനസ് അഫയേഴ്സ്. അയാളുടെ വ്യാപാരങ്ങളിൽ, വ്യാപാരം എന്ന് പറയുമ്പോൾ തൊഴിലാകാം, എന്തുമാകാം, കച്ചവടമാകാം,
എന്തുവാകാം. ഹി ഹാസ് ബീൻ എ ഗുഡ് ഫാദർ, നല്ലൊരു അച്ഛനായിരിക്കാം. ഹി ഹാസ് ബീൻ ഒബ്സർവ്ഡ് ബൈ ദോസ് അറൌണ്ട് ഹിം ടു ബി ഇന്റലിജന്റ്, അയാൾ വളരെ ബുദ്ധിശാലിയായിട്ട് ചുറ്റുമുള്ളവർ അയാളെ കാണാം. ബട്ട് ഹി ഹാസ് സൈലന്റ്ലി ബ്രൂഡഡ് ഓവർ ഹിസ് സ്റ്റേറ്റ് ആൻഡ് ഹിസ് ഹേറ്റഡ് ഓഫ് ദ വേൾഡ്. പക്ഷെ അതേസമയം അയാളുടെ ബൗദ്ധിക മണ്ഡലം കുഴപ്പമില്ലാതിരിക്കെ തന്നെ അയാൾ നിശബ്ദമായി അയാളുടെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് നിരാശ വരുന്നു, അയാൾ ലോകത്തെ വെറുക്കുന്നു. അപ്പോൾ ബൗദ്ധിക മണ്ഡലം അവിടെ കുഴപ്പമില്ലാതിരിക്കുന്നു. ഇച്ഛയുടെ മണ്ഡലത്തിലേക്ക് ആണ് പ്രശ്നങ്ങൾ ബാധിച്ചിരിക്കുന്നത്. അയാൾ ലോകത്തെ വെറുക്കുന്നു, അയാളുടെ അഫെക്ഷൻസിനെ ബാധിച്ചു. ഹി ഹാസ് ടോൾഡ് നോബഡി ഓഫ് ഇറ്റ്, അയാൾ ആരോടും അതിനെക്കുറിച്ച് പറയുന്നില്ല. ആൻഡ് ദെൻ ഹി ഹാസ് ബീൻ ഫൗണ്ട് ഹങ് ഇൻ ഹിസ് റൂം. അവസാനം നോക്കുമ്പോൾ അയാളുടെ മുറിയിൽ അയാൾ തൂങ്ങിക്കിടക്കുന്നു. നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ പലയിടത്തും കാണുന്ന വാർത്തകൾ, കാണുന്ന കാര്യങ്ങളാണ്. ആത്മഹത്യകൾ പലതരത്തിൽ സംഭവിക്കുന്നു. അൾട്ടിമേറ്റ്ലി അത് ഇച്ഛയുടെ മണ്ഡലത്തിൽ വരുന്ന ഡിസ്റ്റർബൻസ് കൊണ്ടാണ്. പക്ഷേ എവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് പോയി എന്നുള്ളത് പലതരത്തിൽ പല സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഒന്നുകിൽ വില്ലിൻ്റെ മണ്ഡലം മാത്രം, അല്ലെങ്കിൽ ഇൻ്റലക്റ്റിൻ്റെ മണ്ഡലത്തിൽ വന്നിട്ട് വില്ലിലേക്ക് സംക്രമിക്കുന്നു. പറഞ്ഞില്ല, എൻ്റെ സുഹൃത്തിൻ്റെ കേസിൽ അത് വില്ലിൻ്റെ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിന്നൊരു ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അത് നമുക്ക് ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ക്രമം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. പക്ഷെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിനു മുമ്പുള്ള അവസ്ഥകൾ ശരിക്കും മനസ്സിലാക്കി, ഇതേപോലെ ആരോടും മനസ്സ് തുറക്കാത്ത വ്യക്തികൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഉചിതമായ സമയത്ത് ഉചിതമായ ഔഷധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും. ഇനി വേറെ തരത്തിലാളുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു സഹപ്രവർത്തക, അവർക്ക് കടുത്ത വിഷാദമുണ്ടായി. അതുകൊണ്ട് എന്നോട് പറഞ്ഞത്, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നില്ല, ഒന്ന് ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന ഈ പ്രശ്നങ്ങൾക്കൊരു അവസാനം ഇടാമായിരുന്നു, ആത്മഹത്യ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചിരിച്ചു. നീ ആരോഗ്യവതിയാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ബയോകെമിക് തെറാപ്പിയെ കുറിച്ച് പറയപ്പോൾ ഞാനതിൻ്റെ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇത് പലതരത്തിലുണ്ടാകാം. വില്ല്, ഇൻ്റലക്റ്റ്, മൈൻഡ്, അങ്ങനെ ആ ഒരു ക്രമം പലതരത്തിലും ലക്ഷണങ്ങളുടെ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസിൻ്റെ സഞ്ചാരം പല തരത്തിലുണ്ടാകാം. അതനുസരിച്ച് ആളുടെ അവസ്ഥകൾക്ക് വരുന്ന മാറ്റങ്ങളെ ശരിയായ രീതിയിൽ അപഗ്രഥിച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ദ മാൻസ് ഇൻ്റലക്ച്വൽ നേച്ചർ കീപ്സ് ദ മാൻ ഇൻ കോണ്ടാക്ട് വിത്ത് ദ വേൾഡ്. ഒരാളുടെ ബൗദ്ധികമായ ആരോഗ്യാവസ്ഥയാണ് അയാളെ ലോകവുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത്. അപ്പോൾ അതിനൊരു വിവേകം, ബുദ്ധി വേണം ലോകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ. ബട്ട് ഹിസ് അഫെക്ഷൻസ് ആർ ലാർജ്ലി കെപ്റ്റ് ഹിംസെൽഫ്. പക്ഷെ ഇഷ്ടങ്ങൾ അയാളിൽ തന്നെ നിൽക്കുന്ന കാര്യമാണ്, അത് പുറത്തുള്ളൊരു കാര്യമില്ല. ഒരാൾക്ക് ഒരു കാര്യം ഇഷ്ടം, ചൂട് ഇഷ്ടമാണ്, തണുപ്പ് ഇഷ്ടമാണ്, ഇന്ന ആഹാരം ഇഷ്ടമാണ്, മറ്റേ ഇഷ്ടമാണ്, അത് അയാളെ മാത്രം ബാധിക്കുന്ന കാര്യം. ഇത് അയാളുടെ പുറമേയുള്ള ബാഹ്യലോകമായിട്ട് ഒരു പരിധിയിൽ കഴിഞ്ഞതിന് ബന്ധമില്ല. പക്ഷേ ഇൻ്റലക്ച്വൽ സ്ഫിയറിന് അയാളുടെ സംസാര രീതി, ശരിയായ രീതിയിൽ സംസാരിക്കാൻ പറ്റാത്ത ഒരാൾക്ക്, ബുദ്ധിപരമായി സംസാരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ലോകവുമായി, സമൂഹവുമായി നല്ലൊരു ബന്ധം കാത്ത് സൂക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതാണ് ഇൻ്റലക്ച്വൽ മണ്ഡലമാണ് ഒരാളെ ലോകവുമായി ആരോഗ്യകരമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത്. എ മാൻ ക്യാൻ ഹാവ് അഫെക്ഷൻസ് ഫോർ ഓൾ സോർട്ട് ഓഫ് തിങ്സ് ആൻഡ് പെർവേർഷൻ ഓഫ് ദ അഫെക്ഷൻസ്. ഒരാൾക്ക് അയാളുടെ ഇഷ്ടങ്ങളുടെ കാര്യങ്ങൾ ഏത് തരത്തിലുമാകാം. ചിലപ്പോൾ അയാൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ചില നിഗൂഢമായ ഇഷ്ടങ്ങൾ, നിഗൂഢമായ വെറുപ്പുകൾ പുറത്ത് ഒരു മനുഷ്യനറിയില്ല, അതങ്ങനെ നിൽക്കും. ബട്ട് ഹിസ് ഇൻ്റലക്റ്റ് വിൽ ഗൈഡ് ഹിം നോട്ട് ടു ഷോ ഹിസ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ടു ദ വേൾഡ്. അപ്പോൾ ഇയാളുടെ ഇൻ്റലക്റ്റാണ് ഇതിനെ എങ്ങനെ ലോകത്ത് പുറമേക്ക് പ്രകടിപ്പിക്കണം എന്ന് പറയുന്നത്. ഇൻ്റലക്ച്വൽ സ്ഫിയർ കറപ്റ്റ് ആണെങ്കിൽ അയാളുടെ വില്ല് അതേപടി അയാൾ പ്രകടിപ്പിക്കും. പക്ഷേ ഇൻ്റലക്ച്വൽ മണ്ഡലം വേണ്ട തരത്തിൽ ബുദ്ധി ശരിയായ രീതിയിൽ സ്ഥിരമാണെങ്കിൽ അത് ഇതിൽ തന്നെ ഒതുക്കി വെച്ചേക്കുക. അത് പുറമേക്ക് കാണിച്ചാൽ കുഴപ്പമാണ്, സാമൂഹിക ജീവിതം കുഴപ്പമുണ്ടാകും, അങ്ങനെ പറയും. അപ്പോൾ ഇൻ്റലക്റ്റിൻ്റെ ഒരു റോള് അങ്ങനെ കൂടിയുണ്ട്. ആ വില്ലിൻ്റെ മണ്ഡലത്തെ വേണ്ട രീതിയിൽ ഒതുക്കിയും നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളൊരു കാര്യം. ദ അഫെക്ഷൻസ് കാനോട്ട് ബി സീൻ ബട്ട് മാൻസ് ഇൻ്റലക്റ്റ് ഈസ് സബ്ജക്ട് ടു ഇൻസ്പെക്ഷൻ. ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അയാളുടെ ബൗദ്ധിക മണ്ഡലത്തെ മറ്റുള്ളവർക്ക് വിലയിരുത്താൻ പറ്റും. ഒരാളോട് 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബുദ്ധിയുടെ നിലവാരം നമുക്ക് മനസ്സിലാവും, അത് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. ഹി കനോട്ട് കൺസീൽ ഹിസ് ഇൻ്റലക്റ്റ്. അയാളുടെ ബൗദ്ധിക മണ്ഡലത്തെ
ഒരാൾക്കും മറച്ചു വെക്കാൻ പറ്റില്ല. അത് ലോകത്തിന് മനസ്സിലാകും, ഉള്ള പ്രവർത്തികളിലൂടെ, ഉള്ള സംസാരത്തിലൂടെ മനസ്സിലാകും. വി ഷാൽ സീ ദാറ്റ് ദ അഫെക്ഷൻസ് ആർ ഇന്റീരിയർ. പിന്നെയാണ് അതിൻ്റെ ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നത്. അയാളുടെ അഫെക്ഷൻസ്, അയാളുടെ വില്ല്, അത് ഇന്റീരിയർ, അത് ഉള്ളിലാണ്, അകമയുള്ളതാണ്. ദേ ആർ കവേർഡ് വിത്ത് എ ക്ലോക്ക്, ദേ ആർ ഹിസ് ഇന്നർമോസ്റ്റ് ആൻഡ് ആർ ഹിഡൻ ഫ്രം ഇൻസ്പെക്ഷൻ. ഇതിനെല്ലാം ഒരു മേൽവസ്ത്രം, ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോട്ട്, ഓവർകോട്ട് എന്ന് പറയില്ലേ, അപ്പോൾ ഒരു മേൽവസ്ത്രം കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. ദേ ആർ ഹിസ് ഇന്നർമോസ്റ്റ്, അയാളുടെ ഏറ്റവും ഉള്ളിലുള്ള അയാളുടെ വില്ലാണ്, ഉണ്ടോ, വില്ലാണ് ഏറ്റവും ഉള്ളിലുള്ളത്. ആൻഡ് ആർ ഹിഡൻ ഫ്രം ഇൻസ്പെക്ഷൻ, ആർക്കും അത് പരിശോധിക്കാൻ പറ്റില്ല, അത് ഹിഡനാണ്. സ്വന്തം ജീവിത പങ്കാളിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ചില ആത്മഹത്യയിലേക്ക് പോയ കാര്യങ്ങൾ. എൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാസ്തവത്തിൽ ഞാൻ ആ സ്ത്രീയെ ഒന്ന് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ പലരും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവരോട് പറഞ്ഞിട്ട് അവർക്കത് എടുക്കാൻ പ്രയാസമാണ്. ഒരു കൽക്കേറിയ നേച്ചർ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. ഒരു ഡോസ് കൽക്കേറിയ അവർ രക്ഷപ്പെടുത്തിയതിനെയെന്ന് എനിക്ക് ശരിക്കും തോന്നി. പക്ഷെ അത് കൊടുക്കാൻ പറ്റിയില്ല, ആത്മഹത്യ വന്നു. അതാണ് അവരുടെ ഭർത്താവ് പറഞ്ഞതാണ്, ഇത്രയും കാലം ജീവിച്ചിട്ട്, അവളോടൊപ്പം ജീവിച്ചിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. മരിച്ച ശേഷം, മരിച്ചതിന് മുമ്പ് ആത്മഹത്യാശ്രമം നടത്തി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോഴാണ് ആ സ്ത്രീ വളരെ ഫീബിളായിട്ടുള്ള അവസ്ഥയിൽ ഒരു കാര്യം ഈ ഭർത്താവിനോട് പറയുന്നത്. ഇത്രയും കാലം പറഞ്ഞില്ല, ജീവിത പങ്കാളിക്ക് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ അയാളുടെ ഇച്ഛയുടെ മണ്ഡലം, മനുഷ്യനെ സ്വന്തം ജീവൻ എടുക്കാൻ പോലും പ്രേരിപ്പിക്കുന്ന അവസ്ഥകൾ ആർക്കും മനസ്സിലാവില്ല. പക്ഷേ ഒരു ഹോമിയോപാത്തിന് മനസ്സിലാവും. മെറ്റീരിയ മെഡിക്ക ശരിയായി ഗ്രഹിച്ച, ഹോമിയോപ്പതി ഫിലോസഫി മനസ്സിലാക്കിയ ഒരാൾക്ക്, ഒരു കേസ് ടേക്കിന് ഒരാൾ സംസാരിച്ചാൽ അയാളുടെ വില്ലിൻ്റെ മണ്ഡലം കറപ്റ്റാണോ ഇല്ലയെന്ന് പറയാൻ പറ്റും. ശരിയായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഗ്രഹിച്ച്, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും അവർ പറയാതെ പറയും പല കാര്യങ്ങളും, നമുക്കൊരു ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇത് പലരുടെയും ബാബുച്ചേട്ടനൊക്കെ പലരുടെയും അനുഭവമാണ്. എനിക്കും ആ അനുഭവങ്ങളിൽ കുറേ പങ്കുപറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പൂർണ്ണ ബോധ്യതയോടെ പറയുന്നത്. ബട്ട് ദ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ഗവൺമെൻറ്. ഈ ധാരണ, മനുഷ്യൻ്റെ ധാരണ, ഇൻ്റലക്ച്വൽ സ്പിയറിൻ്റെ പരിണത ഫലമായിട്ടുണ്ടാകുന്ന അയാളുടെ ധാരണ, ഗ്രഹണശക്തി, ബുദ്ധിയുടെ ഒരു പ്രകാശം, അത് പുറമേ ഉള്ളതാണ്, അത് കാണാൻ പറ്റും. ഇറ്റ് സറൗണ്ട്സ് ആൻഡ് ഹൈഡ്സ് ഹിസ് അഫെക്ഷൻസ്. അതിങ്ങനെ ചുറ്റും നിന്ന് അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങളിങ്ങനെ മറക്കുകയാണ്. ശരിക്കും ആലോചിച്ച് നോക്കുക, അയാളുടെ ബുദ്ധി കൊണ്ട് അയാളുടെ യഥാർത്ഥ അവസ്ഥയെ മറച്ചു വെക്കുന്ന ഒരവസ്ഥ. ഒരു കേസ്, ബാബുചേട്ടൻ്റെ ഒരു കേസായിരുന്നു. ഞാനാണ് ആ കേസ് എടുത്ത് കൊണ്ടുവന്നത്. ആ ഒരു സ്ത്രീയോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മാനസിക പ്രശ്നങ്ങളൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി അവിടെ 2 ആഴ്ച അഡ്മിറ്റായി. ആ സൈക്കാട്രിസ്റ്റ് പറഞ്ഞത്, ആ സൈക്കാട്രിസ്റ്റിൻ്റെ സുഹൃത്തായിരുന്നു, അടുത്ത സുഹൃത്തായിരുന്നു, ഞാൻ മരിച്ചുപോയി. ഞാൻ പറഞ്ഞു, ഇവർക്ക് എന്താണ് കുഴപ്പം? ഇവർക്കൊരു കുഴപ്പമില്ലല്ലോ, ഒരു മരുന്നും കൊടുക്കാതെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. പ്രൈവറ്റ് ക്ലിനിക്കായിരുന്നു. പക്ഷേ അത് ക്ലിയർ കേസാണ്. അവരുടെ ഇൻ്റലക്റ്റ് കൊണ്ട് അവരുടെ വില്ലിനെ ഭംഗിയായി മറച്ചു വെച്ചൊരവസ്ഥ. പക്ഷേ അവരുടെ വില്ല് മനസ്സിലാക്കാനുള്ള, അവരുടെ ആ ഒരു യഥാർത്ഥ തനിനിറം മനസ്സിലാക്കാനുള്ള സാഹചര്യം അവരുടെ കുടുംബമായിട്ട് അടുപ്പമുള്ള വ്യക്തിയിൽ എനിക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അത് ഗോപ്യമായി ബാബുചേട്ടനോട് പറഞ്ഞു കൊടുത്തിട്ട് ആ കേസ് എടുത്ത് അത് ബാബുചേട്ടനത് ട്രീറ്റ് ചെയ്യാൻ പറ്റിയത്. അവർ സുഖപ്പെടുകയും ചെയ്തു. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ബുദ്ധി കൊണ്ട് അയാളുടെ തനിനിറത്തെ, നമ്മൾ തനിനിറം, അയാളുടെ വില്ല്, അയാളുടെ തനിനിറത്തെ അയാളിങ്ങനെ മറച്ചു വെക്കും. ജസ്റ്റ് ആസ് ഡസ് ദ ഗാർമെന്റ് ഹി വിയേഴ്സ് ഓർ ദ ബോഡി ഹൈഡ്സ് ദ ബോഡി. വസ്ത്രം ശരീരത്തെ മറക്കുന്ന പോലെ അപ്പോൾ ശരീരം വില്ലും, വസ്ത്രം ഇന്റലക്റ്റും. The affections that aurum resembles are those like on to the very innermost nature of man. ഓറം മെറ്റാലിക്ക എന്നുള്ള ഔഷധം പ്രതിനിധീകരിക്കുന്നത്, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള വില്ലിൻ്റെ മണ്ഡലത്തെയാണ്, വില്ലിനുള്ള ഡിസ്റ്റർബൻസിനെയാണ്. അതിനെ ക്രമപ്പെടുത്തിക്കൊണ്ടാണ് രോഗിയെ രക്ഷിക്കുന്നത്. അത് വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള, വളരെ റാഡിക്കലായിട്ടുള്ള ഒരു ഹീലിംഗ് ആയിരിക്കുകയും ചെയ്യും. ഈ കൊട്ടേഷനാണ്: എയിൽമെന്റ്സ് ഫ്രം ഗ്രീഫ്, ഡിസപ്പോയിന്റഡ് ലവ്, ഫ്രൈറ്റ്, ആങ്കർ, കോൺട്രഡിക്ഷൻ, മോർട്ടിഫിക്കേഷൻ. നേരത്തെ നമ്മൾ കണ്ടതാണത്. വല്ലാത്ത സങ്കടത്തിൽ നിന്നും, പ്രണയനൈരാശ്യം, ഭയം, ദേഷ്യം, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ,
വൈരുദ്ധ്യങ്ങളെ നേരിടേണ്ടി വരുന്നൊരവസ്ഥ, മോർട്ടിഫിക്കേഷൻ, ഇതിൽ നിന്നൊക്കെ വരുന്ന പ്രശ്നങ്ങളുണ്ട്. പെയിൻ മേക്സ് ഹർ ഡെസ്പറേറ്റ് സോ ദാറ്റ് ഷീ വുഡ് ലൈക്ക് ടു ജമ്പ് ഔട്ട് ഓഫ് ദ വിൻഡോ. ഈ വേദന കൊണ്ട് അവരാകെ നിരാശപ്പെട്ടിട്ട് ജനലിൽ കൂടെ പുറത്തേക്ക് ചാടി ആത്മഹത്യകളായി. ഹി മെഡിറ്റേറ്റ്സ് അപ്പോൺ ഡെത്ത്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഹി വാണ്ട്സ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ വേൾഡ്. ഈ ലോകത്ത് നിന്ന് പുറത്തു കിടക്കണം. വാണ്ട്സ് ടു ഡിസ്ട്രോയ് ഹിംസെൽഫ്. തന്നെ തന്നെ നശിപ്പിക്കണം. ഹി ഹാസ് നോ ലവ് ഫോർ ഹിസ് ലൈഫ് വിച്ച് ഹി തിങ്സ് ഈസ് വർത്ത്ലെസ്. തൻ്റെ ജീവൻ ഒരു വിലയില്ല, അപ്പം അതുകൊണ്ട് അതിനോടൊരു ഇഷ്ടമില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം, സ്വന്തം ജീവനോടുള്ള ഇഷ്ടം, അത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. The remedy is full of romantic affections, not unlike such as are found in old mercurial cases. വളരെ മെർക്കുറിയൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നിങ്ങൾക്കത് കിട്ടാൻ പ്രായമായ ചില ആളുകളിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂടുതൽ സട്ടിലായിട്ടുള്ള ഒരു തലമുറകൾ കൈമാറി വരുന്ന പ്രശ്നങ്ങൾ. റൊമാറ്റിക് അഫെക്ഷൻസ് വിത്ത് സ്വെല്ലിംഗ് ഓഫ് ദി ജോയിൻസ്, അഫെക്ഷൻസ് ഓഫ് ദ കാർട്ടിലേജ് ആൻഡ് ബോൺ, ഇൻഫ്ലമേഷൻ ഓഫ് ദ പെരിയോസ്റ്റിയം. തരണാസ്ഥികളിൽ അസ്ഥിയുടെ ആവരണത്തിലൊക്കെ വരുന്ന വീക്കങ്ങൾ, വാദസംബന്ധമായ പ്രശ്നങ്ങൾ, തിക്കനിങ് ആൻഡ് ഇൻറ്ററേഷൻ ഓഫ് ദ പെരിയോസ്റ്റിയം. ഈ അസ്ഥിയുടെ ആവരണത്തിൽ കട്ടി വരുന്നു, അവിടെ കല്ലിപ്പുണ്ടാകുന്നു. ഇൻറ്ററേഷൻ ഓഫ് ദ ഗ്ലാൻസ്, ഇൻറ്ററേഷൻ ഓഫ് ദ കാർട്ടിലേജസ് അബൌട്ട് ദ ജോയിൻസ്. ഗ്രന്ഥികളിലും സന്ധികളിലുള്ള തരണാസ്ഥികളിലും വരുന്ന കല്ലിപ്പ്. ദീസ് ആർ ഓൾ ഓഫ് സിഫിലിറ്റിക് ആൻഡ് മെർക്കുറിയൽ ക്യാരക്ടർ. ഇതൊരു സിഫിലിറ്റിക് ക്യാരക്ടറോട് ബന്ധപ്പെട്ടതാണ്, മെർക്കുറിയൽ ക്യാരക്ടറോട് ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഓൾ സിഫിലിറ്റിക്സ് വെൻ ദ ബോൺസ് ആർ ബ്രേക്കിംഗ് ഡൗൺ ഇൻ എനി പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ അസ്ഥികൾക്ക് ബലക്ഷയം വന്നിട്ട് ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ അസ്ഥികൾ നുറുങ്ങിപ്പോകുന്നൊരവസ്ഥ, ആ ഒരു സിഫിലിറ്റിക് കണ്ടീഷൻ. ദ ഷിൻ ബോൺസ്, നോസ് ബോൺസ്, ഇയർ ബോൺസ്, എനി ഓഫ് ദ സ്മോൾ ബോൺസ്, ചെറിയ ചെറിയ അസ്ഥികൾ, ബലം കുറഞ്ഞ അസ്ഥികളിലൊക്കെ ഈ അവസ്ഥ വരാം. ലൈക്ക് സിഫിലിസ് ആൻഡ് മെർക്കുറി, ദ കംപ്ലൈൻറ്റ്സ് ആർ അഗ്രവേറ്റഡ് അറ്റ് നൈറ്റ്. സിഫിലിസ് എന്ന പോലെ മെർക്കുറിയൽ കണ്ടീഷൻ എന്ന പോലെ രാത്രിയിൽ ലക്ഷണങ്ങൾ വർദ്ധിക്കും. കമ്മിങ് ഓൺ ഇൻ ദ ഈവനിങ് ആൻഡ് കീപ്പ് അപ്പ് ഓൾ നൈറ്റ്. സായാഹ്നത്തിൽ വന്നിട്ട് രാത്രി മുഴുവൻ ഈ വേദനകൾ, പ്രശ്നങ്ങൾ നിലനിൽക്കും. ദ പെയിൻസ് ആർ വയലൻറ്റ്, ദ ടിയർ ദ ബോൺസ്, ഏക്ക് ആസ് ഇഫ് ദേ വുഡ് ബ്രേക്ക്. അസ്ഥികൾ തകർന്നു പോകും, നുറുങ്ങിപ്പോകും തോന്നുന്ന തരത്തിലുള്ള വേദനകൾ, പിരിക്കുന്ന പോലുള്ള വേദനകൾ. നോട്ട് ഇൻ അക്യൂട്ട് ഫീവേഴ്സ് ബട്ട് ഇൻ ഓൾഡ് സിഫിലിറ്റിക് ബോൺ ട്രബിൾസ്. അക്യൂട്ട് ഫീവേഴ്സിലുള്ള അവസ്ഥയല്ല, സാധാരണ വരുന്ന പനികളിൽ വരുന്നതല്ല, പഴയ സിഫിലിറ്റിക് നേച്ചറുള്ള പ്രശ്നങ്ങൾ, അത് തലമുറ കൈമാറിയ പ്രശ്നങ്ങളും ആകാം. ഒരു സ്ത്രീയുടെ കേസിൽ ഇങ്ങനെ ഞാൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്, കുറേ കഷ്ടപ്പെട്ട് തന്നെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അവരുടെ മുൻ തലമുറകളിലേക്ക്, അവരുടെ അമ്മയുടെ അച്ഛൻ, അയാൾക്ക് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള 90% സാധ്യതയുണ്ടായിരുന്നു. കാരണം അയാളുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പോയി അന്വേഷിച്ച് വളരെ കഷ്ടപ്പെട്ടു തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയി അന്വേഷിച്ച് ഞാൻ മനസ്സിലാക്കി. അയാളൊരു തൊഴിലാളികളുടെ ഒരു എന്താ പറയുക, ഒരു കങ്കാണിയെന്നോ അല്ലെങ്കിൽ മേസ്ത്രി എന്നൊക്കെ പറയുന്ന ഒരാളായിരുന്നു. അയാൾ അന്ന് വേലയും കൂലിയില്ലാത്ത കാലം, ഒരു 150 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അയാൾ ഈ ജോലിക്ക് ആളെ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാര്യമാരിൽ നിന്നും സെക്ഷൽ ഫേവേഴ്സ് അയാൾ തേടിയിരുന്നതായിട്ട് വ്യക്തമായിട്ടുള്ള സൂചന എനിക്ക് കിട്ടി. അയാൾ അങ്ങനെ ജീവിച്ചിരുന്ന ആളാണ്. ആ തരത്തിൽ അയാൾ പണിക്കാരെ എടുത്ത് പണിസ്ഥലത്തേക്ക് വിട്ടിട്ട് അയാളുടെ വഴിവിട്ട കുത്തഴിഞ്ഞ ജീവിതത്തിൽ പോകും. അപ്പം അയാൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന സേഫ് സെക്സിനുള്ള സംവിധാനങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇയാൾക്ക് ഈ സിഫിലിസോ ഗൊണേറിയോ പിടിച്ചിരിക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. ആ മനുഷ്യൻ്റെ മകളുടെ മകളായിരുന്നു ഈ പേഷ്യൻറ്റ്. അവർക്ക് ശരിക്കും ഒരു സിഫിലിറ്റിക് കണ്ടീഷൻ ഉണ്ടായിരുന്നു, ദീർഘകാലത്തെ ചികിത്സയുടെ ബാബുച്ചേട്ടൻ്റെ ചികിത്സയായിരുന്നു അവരെ ഏതാണ്ട് നല്ലൊരു സൗഖ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു. അവർക്ക് സിഫിലിസിൻ്റെ ശാരീരിക ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഈ വില്ലിൻ്റെയും ഇൻ്റലക്റ്റിൻ്റെയും മണ്ഡലത്തിലായിരുന്നു അവരുടെ പ്രശ്നങ്ങളെല്ലാം. നൈഫ് ലൈക്ക് പെയിൻസ് ഇൻ ദ പെരിയോസ്റ്റിയം, അസ്ഥിയുടെ ആവരണത്തിൽ കത്തി കൊണ്ട് വെട്ടുന്നുള്ള വേദനകളാണ്. പെയിൻ ഇൻ ദ ജോയിൻസ് റണ്ടറിങ് ദം ഇമ്മൂവബിൾ, സന്ധികളിൽ വേദന വന്നിട്ട് അവയെ ചലിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ബോൺ ഇൻസെൽഫ് ആൻഡ് ക്യാരീസ്, അസ്ഥികളിൽ തന്നെ വീക്കം വരുന്നു, അത് ദ്രവിച്ച് പോടുണ്ടാവുന്നു. It is not strange that the vascular coating of the bones, the periosteum, should be greatly affected because there is strange vascularity all over the economy in this medicine. ഈ ആവറോമെറ്റാലിക് എന്ന ഔഷധത്തിൽ
ഈ രക്തക്കുഴലുകളുടെ ആ ഒരു ശൃംഖലയെ വല്ലാതെ ബാധിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഈ രക്തക്കുഴലുകളുടെ സമൃദ്ധിയുള്ള ഈ അസ്ഥികളുടെ ആവരണത്തിൽ അതിൽ തന്നെ ഒരു വീക്കം ഉണ്ടാകാനോ അത് ദ്രവിക്കാനോ ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, അത് വളരെ സ്വാഭാവികമാണ്. ദ വെയിൻസ് ആർ എൻലാർജ്ഡ്, ഈ സിരകളൊക്കെ വലുതാകുന്നു. ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺജഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ, വീക്കം വരുന്നു, നീർക്കെട്ട് വരുന്നു. ആൻഡ് ഫ്രയബിൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ വരുന്നു ഈ രക്തക്കൊള്ളുകൾ. ദ വെയിൻസ് ബിക്കം തിക്കൻഡ് ആൻഡ് ട്യൂബിഫൈഡ്, ഈ രക്തക്കൊള്ളുകൾ കട്ടി വരുന്നു, വീർത്തു വരുന്നു. ദ ബ്ലഡ് വെസൽസ് പൾസേറ്റ് ഓൾ ഓവർ ദ ബോഡി, ശരീരം മുഴുവൻ വിങ്ങുന്നു, രക്തക്കൊള്ളുകൾ ഇങ്ങനെ വിങ്ങുന്നു. ഇത് കൊട്ടേഷനാണ്. എറിത്തിസം ഓർ വാസ്കുലർ ഫുൾനെസ് ക്യാരക്ടറൈസ് നിയർ ഓൾ കംപ്ലൈൻസ്. ഈ ഒരു മാനസികമായൊരു അവസ്ഥ, ഉൾവലിയൽ സ്വഭാവം, വിഷാദം, ഉറക്കമില്ലാത്തൊരവസ്ഥ, രക്തക്കൊള്ളുകൾ വീർത്ത് കെട്ടിയിരിക്കുന്നൊരവസ്ഥ, ഇത് ഈ എല്ലാ പ്രശ്നങ്ങളിലും ഇത് അങ്ങനെ ഉണ്ട്. ഫുൾനെസ് ഓഫ് ദ വെയിൻസ് ഓഫ് ദ എക്സ്ട്രീമിറ്റീസ്, കൈകാലുകളിൽ അവിടെയും ഈ വെയിൻസിൽ നിറഞ്ഞിരിക്കുന്ന പോലെ. ദിസ് ഗോസ് ഓൺ അണ്ടിൽ സ്വെല്ലിംഗ് അപ്പിയേഴ്സ് വിത്ത് വീക്ക്നെസ് സോ ദാറ്റ് ഡ്രോപ്സ് ഈസ് പ്രിവലന്റ് ത്രൂ ഔട്ട് ദ റെമഡി. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ശരീരം മുഴുവൻ വിങ്ങി നീര് കെട്ടി ശരീരം മുഴുവൻ വീർത്ത് കെട്ടിയ അവസ്ഥയിലേക്ക് പോകാം. അതും ഈ ഔഷധത്തിൽ വളരെ പ്രാമുഖ്യത്തോടെ കാണാം. എഡിയം ഓഫ് ഓൾ എക്സ്ട്രീമിറ്റീസ് വിത്ത് പിറ്റിംഗ് അപ്പോൺ പ്രഷർ, കയ്യാലുകളിലൊക്കെ വീർത്ത് വന്ന് കെട്ടിയിട്ട് നീര് വന്ന് വീങ്ങിയിട്ട് അമർത്തിയാൽ അവിടെ കുഴിഞ്ഞു പോകുന്നൊരവസ്ഥ വരാം. വിച്ച് ഒക്കേഴ്സ് ഇൻ ഹാർട്ട് ആൻഡ് ലിവർ അഫക്ഷൻസ്, ഹൃദയവും ഹൃദയമല്ല കരള് ബാധിക്കപ്പെട്ട അവസ്ഥകളിൽ ഇത് വരുന്നു. A false state of plethora seems to exist in the body and finally turmoil and excitement occur. അപ്പോൾ ശരീരം മുഴുവൻ ഇങ്ങനെ വിങ്ങി ഒരു പൊണ്ണത്തടിയുടെ അവസ്ഥ വന്നിട്ട് അയാളുടെ വല്ലാതൊരു എക്സൈറ്റ്മെന്റും ആകെ ഒരു അസ്വസ്ഥത, ഒരു മനസ്സിന്റെ മണ്ഡലത്തിലേക്ക് ആകെ കുഴഞ്ഞു പറഞ്ഞൊരു അവസ്ഥയിലേക്ക്, വല്ലാതെ ഉത്തേജിത അവസ്ഥയിലേക്ക് പോകും. Violent orgasms in the body sometimes demonstrate as violent heat coming in flushes with excitement. അപ്പോൾ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ രക്തം നിരച്ചു കയറുന്നു, ചിലപ്പോൾ വല്ലാത്ത ചൂടതുമായിട്ട് ഉണ്ടാകുന്നു. ചൂടായിരിക്കും അതിൻ്റെ ലക്ഷണം. ഇങ്ങനെ ഫ്ലഷസ് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ രക്തം കൊണ്ട് ഇരച്ചു കയറുന്ന പോലെ ഉത്തേജിതാവസ്ഥയോടൊപ്പം ഉണ്ടാകുന്നു. ഫിഡ്ജറ്റിനെസ്, ഫീലിംഗ് ആസ് ഇഫ് സംതിങ് ഡ്രെഡ്ഫുൾ ഫോർ ഗോയിങ് ടു ഹാപ്പൻ ത്രൂ ഔട്ട് ദ എക്കോണമി. ശരീരം ആകെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, എന്തോ ഭയാനകമായി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ, ശരീരത്തിൽ മൊത്തത്തിൽ എന്തോ ഭയാനകമായി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഭയം. Then it settles into the state of quiescence for a while and this repeats itself. ചിലപ്പോൾ ഇത് പോയിട്ട് ഒരു നിഷ്ക്രിയ അവസ്ഥ, ഒന്നും ചെയ്യാനാവാത്ത വെറുതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. പിന്നെ വന്നിട്ട് വീണ്ടും നേരത്തെ വന്ന പോലെ ആ ഒരു ശരീരം അനങ്ങലും എന്തോ സംഭവിക്കാൻ പോകുന്നൊരു ആശങ്കയും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാം. ദീസ് വയലന്റ് ഓർഗാസംസ് കം പ്രിപ്പറേറ്ററി ടു ദ ലോക്കലൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സം ബ്രേക്ക് ഡൗൺ ഇൻ ദ എക്കോണമി. അപ്പോൾ ഈ ഒരു രക്തം ഇരച്ചു കയറലൊക്കെ എന്തോ ഒന്നിൻ്റെ മുന്നോടിയാണ്. എന്താണ്? എന്തോ ഒരു തകർച്ച, ആരോഗ്യാവസ്ഥ എന്തോ ഒരു തകർച്ച എവിടെയോ, ശരീരത്തിൻ്റെ എന്നല്ല, അയാളുടെ വൈറ്റൽ സിസ്റ്റത്തിൻ്റെ എവിടെയോ ഉണ്ടാകാൻ പോകുന്നു, എവിടെയോ പോയി ലോക്കലായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മനസ്സിലുമാകാം. അറ്റ് ടൈംസ് ഇറ്റ്സ് എ കാർഡിയക് അഫക്ഷൻ, ചിലപ്പോൾ അത് ഹൃദയത്തിലാകാം. വിത്ത് മാർക്ഡ് ഓപ്പറേഷൻ ബിഹൈൻഡ് ദ സ്റ്റേർണം വിത്ത് ഡിസ്നിയ ഓൺ വാക്കിംഗ് ഫാസ്റ്റ് ഓർ ഗോയിങ് അപ്സ്റ്റേഴ്സ്. ചിലപ്പോൾ ഇത് ഹൃദയത്തിൽ ബാധിച്ചിട്ട് ഈ നെഞ്ചിലെ അസ്ഥിയുടെ പിൻഭാഗത്ത് നെഞ്ചിന് നടുഭാഗത്തായിട്ട് വല്ലാതെ തിങ്ങിയൊരവസ്ഥ വരാം. ശ്വാസം മുട്ടൽ, വേഗത്തിൽ നടക്കുമ്പോൾ ശ്വാസം കിട്ടാത്ത അവസ്ഥ വരാം, പടികൾ കയറുമ്പോൾ ശ്വാസം കിട്ടാത്ത അവസ്ഥ വരാം. എൻഡോകാർഡിയറ്റിസ് വിൽ ഹാവ് ദിസ് ടേർമോയിൽ ഇൻ ദ ബോഡി. നേരത്തെ പറഞ്ഞു എൻഡോകാർഡിയറ്റിസ് വരാം എന്നുള്ളൊരവസ്ഥ, ഹൃദയത്തിനുള്ളിൽ സ്ഥലങ്ങളിൽ വീക്കാം. അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ അവിടെ ഇവിടങ്ങളിലൊക്കെ ആകെ കുഴപ്പങ്ങളുണ്ടാകാം. ബൈ ആൻഡ് ബൈ ലുക്ക് ഫോർ ആൽബുമിൻ ഇൻ ദ യൂറിൻ. അപ്പം അങ്ങനെ വരുമ്പോൾ മൂത്രത്തിൽ ആൽബുമിൻ ഉണ്ടോ എന്ന് നോക്കുക. ലുക്ക് ഫോർ എൻലാർജ്മെന്റ് ഓഫ് ദ ലിവർ, കരളിൽ വീക്കം ഉണ്ടായോ എന്ന് നോക്കുക. ലുക്ക് ഫോർ സൈൻസ് ഓഫ് ക്യാൻസർ ഓഫ് ദ യൂട്രസ്, ഗർഭാശയത്തിൽ അർബുദത്തിൻ്റെ സൂചനകളുണ്ടോ എന്ന് നോക്കുക. ആൻഡ് ഡീപ് സീറ്റഡ് അഫക്ഷൻസ്, അങ്ങനെ ആഴമേറിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക. അതാ പറഞ്ഞത് ലോക്കലൈസേഷൻ ഓഫ് ടർമോയിൽ. അയാളുടെ മൊത്തം ശാരീരിക ആരോഗ്യാവസ്ഥയിൽ ഒരു ടർമോയിൽ ഉണ്ടായിട്ട്
അത് എവിടെയോ പോയി ഏതോ ഒരു ലോക്കൽ ഭാഗത്ത് ഏതോ ഒരു ഭാഗത്ത് പോയി അടിയാൻ പോകുന്നു. അതാ പറയുന്നത്, അയാളുടെ വൃക്കകളിൽ കുഴപ്പമുണ്ടോ, കരളിൽ കുഴപ്പമുണ്ടോ, ഗർഭാശയത്തിൽ കുഴപ്പമുണ്ടോ, ഹൃദയത്തിൽ കുഴപ്പമുണ്ടോ എന്ന് നോക്കുക. സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം അവസ്ഥകളെയും ഈ ഔഷധം ഹീൽ ചെയ്യുന്നുണ്ട്. എത്രയോ മനോഹരമായിട്ടുള്ള ഒരു ഔഷധമാണ് ഓറം മെറ്റാലിക്ക. ഒന്ന് കാണുക. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും കെൻഡ് പറയുന്നുണ്ട്. വളരെ മനോഹരമായ ഫിസിക്കൽ സിംറ്റംസും മെൻ്റൽ സിംറ്റംസും ഒക്കെ പരസ്പരം സംയോജിപ്പിച്ച് വളരെ മനോഹരമായ ചിത്രം കെൻഡ് തരുന്നുണ്ട്. നമുക്ക് അവിടെ വരുന്ന എപ്പിസോഡിൽ അവ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.